PM ശ്രീ വിവാദത്തിൽ പോരും മുറുകുമ്പോൾ ഇനി എന്താണ് മുൻപിലുള്ളത്? അതായത് PM ശ്രീ വിവാദത്തിൽ CPIയുടെ നിലപാടുകളോട് യോജിക്കാൻ കഴിയാതെ CPM അവരുടെ നിലപാടിൽ മുന്നോട്ട് പോകുന്നു. പിണറായി വിജയനാണ് ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. ആ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുവാൻ ആകില്ല എന്നുള്ളതാണ് ബിനോയ് വിശ്വം CPIയുടെ നേതാവിൻ്റെ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നയമെന്ന് പറയപ്പെടുന്നത്. അതായത് ദേശീയ വിദ്യാഭ്യാസ നയമെന്ന RSS അജണ്ട അത് നടപ്പാക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ അത് സാധ്യതയില്ല എന്നല്ല സാധ്യമല്ല എന്നുള്ള ഒറ്റവാക്കിലെ ഉത്തരമാണ് ബിനോയ് വിശ്വം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് മന്ത്രിസഭയ്ക്കകത്തടക്കം വലിയ രൂക്ഷമായ പോര് ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല വിവാദങ്ങളൊക്കെ ഇങ്ങനെ കൊഴുക്കുമ്പോഴും PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇവരുടെ വിവാദങ്ങളിൽ, രാഷ്ട്രീയ വിവാദങ്ങളിൽ CPIയും CPMും രണ്ട് തട്ടിലാവുന്നു. ഇനി ഇത് മാത്രമല്ല, തിരഞ്ഞെടുപ്പുകൾ അടുക്കുന്ന കാലഘട്ടത്തിൽ CPIയുടെ പല നിലപാടുകളോടും യോജിക്കാൻ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് CPM എത്തിച്ചേരുന്നു. കാരണം CPM BJPയുമായി അടുക്കുകയോ അല്ലെങ്കിൽ കേന്ദ്ര നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയോ കേന്ദ്ര നിർദ്ദേശങ്ങൾ പാലിക്കുകയോ ചെയ്യുന്നു എന്നുള്ള ഒരു തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ധാരണപ്പുറത്ത് മാത്രമാണ് ഇപ്പോൾ ഈ CPI മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ CPIക്ക് പലപ്പോഴും CPMൻ്റെ പല വാദങ്ങളുണ്ട്, പലതിനോടും യോജിപ്പില്ലായിരുന്നു. കാരണം ഒന്നാമത്, മുന്നണി സംവിധാനത്തിൽ ഒരു തരത്തിലുമുള്ള തീരുമാനങ്ങൾ എടുക്കാറില്ല. മുന്നണി സംവിധാനങ്ങൾ കൂടിയാലോചനകളില്ലാതെ, കൂട്ടുത്തരവാദിത്തമുള്ള ഒരു മന്ത്രിസഭയിൽ കൂടിയാലോചനകളില്ലാതെ മുന്നോട്ട് പോകുന്നത് ഒരു ഭരണത്തിന്, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, ഒരു മുന്നണി സംവിധാനത്തിന് നല്ലതല്ല എന്ന തീരുമാനത്തിലേക്ക് CPI എത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ലാവ്ലിൻ കേസടക്കം ഇങ്ങോട്ടുള്ള എല്ലാ കേസുകളിലും CPI അവരുടെ നിലപാടുകൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. മാത്രമല്ല, വീണ വിജയനുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലും സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് വന്ന വിഷയങ്ങളിലും, അതായത് സ്വർണ്ണക്കള്ളക്കടത്തടക്കമുള്ള കാര്യങ്ങളിൽ, പിന്നെ വീണ വിജയനുമായി ബന്ധപ്പെട്ട് വന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങളൊക്കെ പാർട്ടിയെ ബാധിക്കുന്ന തരത്തിൽ, മുന്നണിയെ ബാധിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ മന്ത്രിസഭയെ ബാധിക്കുന്ന തരത്തിലേക്ക് എത്തിയപ്പോഴൊക്കെയും CPI എതിരഭിപ്രായങ്ങൾ പറഞ്ഞു, അവരുടെ നിലപാടുകൾ പറഞ്ഞു, ഇതിനോട് യോജിപ്പില്ലാതെ അവരുടെ വിയോജിപ്പുകൾ അറിയിച്ചുകൊണ്ടേയിരുന്നു. അവസാനം പിണറായി വിജയന്റെ മകൻ വിവേക് കിരണുമായി ബന്ധപ്പെട്ട് വന്ന ED സമൻസുമായി വരുന്ന ബന്ധപ്പെട്ട വിഷയത്തിലും മൗനം പാലിക്കുകയും അവസാനം അത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിലേക്ക് CPI എത്തുകയും ചെയ്തു. അതായത് CPMന്റെ പല നിലപാടുകളോടും CPIക്ക് യോജിച്ചു പോകാൻ കഴിയുന്നില്ല എന്നുള്ളത് പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ ഇപ്പോൾ മുന്നിൽ വരുന്നുണ്ട്. ഇത് മാത്രമല്ല, ഈ CPI ഇനി എത്ര നാൾ ഈ മന്ത്രിസഭയിൽ തുടരും, അല്ലെങ്കിൽ ഇനി വരുന്ന ചിലപ്പോൾ ഒരു 6 മാസത്തിലധികമില്ല, 5 മാസമോ അതിനകത്ത് മാത്രം 6 മാസമോ മാത്രമാണ് ഈ മന്ത്രിസഭയുടെ കാലാവധി എന്നുള്ളത്. ഈ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ മിക്കവാറും CPI അവരുടെ നിലപാടുകൾ വ്യക്തമാക്കും. കാരണം CPIക്ക് ഈ മുന്നണിയിൽ, ഇടതു മുന്നണിയിൽ ഉറച്ചു നിൽക്കുവാനുള്ള സാധ്യത വളരെ കുറവായി വരുന്നു. മാത്രമല്ല, CPMനും അത്ര വലിയ താല്പര്യമില്ല ഈ CPI നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ. പകരം UDFൽ നിന്ന് ഒരു ഘടകകക്ഷിയെ അടർത്തിയെടുക്കുക, അതിനോടൊപ്പം ചേർന്ന് വരുന്ന 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നതാണ് അവരുടെ അടവ് നയം എന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടെ ജോസ് കെ മാണി വിഭാഗം ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടത് ജനാധിപത്യ മുന്നണിക്ക് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാണി വിഭാഗം വളരെ കൃത്യമായി UDFലേക്ക് ചേക്കേറും എന്നുള്ളതാണ് ഉടൻ വരാൻ പോകുന്നത്. അപ്പോൾ LDFൽ നിന്ന് CPIയും ജോസ് കെ മാണി വിഭാഗവും UDFലേക്ക് പോകുവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ഈ മാണി വിഭാഗത്തിന് അതൃപ്തി ഉണ്ട്. മാണി വിഭാഗം അല്ലാതെ തന്നെ UDF ശക്തമാണെന്ന് തെളിയിക്കുവാൻ പലതരത്തിലുള്ള ബഹുജന സംഗമ പരിപാടികൾ അതിന് തടയിടാൻ വേണ്ടി ജോസഫ് വിഭാഗം നടത്തുന്നുണ്ട്. കാരണം ജോസ് കെ മാണി വിഭാഗം വീണ്ടും തിരികെ UDFലേക്ക് എത്തിയാൽ ആ വിഭാഗത്തിന് വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ജോസഫ് വിഭാഗത്തിൻ്റെ ഇപ്പോഴത്തെ അപ്രമാദിത്വം ഇല്ലാതാകും. സീറ്റ് വർധന അല്ലെങ്കിൽ സീറ്റ് കൂടുതൽ ചോദിക്കുവാനുള്ള താല്പര്യമുണ്ട്, അതൊന്നും നടക്കാതെ പോകും. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയുടെ UDFലേക്ക് തിരിച്ചുവരവിനെ വളരെ കൃത്യമായി എതിർക്കുവാനുള്ള തന്ത്രങ്ങൾ മെനയുന്നു, അല്ലെങ്കിൽ അതിന് തടയിടുവാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് ഇപ്പോൾ ജോസഫ് വിഭാഗം ചെയ്യുന്നത്. ഇനി ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾക്ക് ഇനി ആഴ്ചകൾ മാത്രം ശേഷിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷം ഇടതുമുന്നണിയിലും UDFലും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാരണവശാലും ഈ മുന്നണി വിടില്ല എന്ന് പാർട്ടി ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണി പലവട്ടമായി പറയുന്നുണ്ട്. കാരണം ഇടതുമുന്നണി വിട്ട് മറ്റൊരു മുന്നണിയിലേക്ക് പോകില്ല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കമുള്ളവർ, അല്ലെങ്കിൽ ജയരാജൻ അടക്കമുള്ള നേതാക്കൾ, ഈ മാണി വിഭാഗത്തിൻ്റെ നേതാക്കൾ ഇതിനോട് ഒരിക്കലും യോജിക്കുന്നില്ല എന്ന് പറയുമ്പോഴും റോഷി അഗസ്റ്റിനും ജയരാജനും അടക്കമുള്ള ചില മന്ത്രിമാർക്കും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചില നേതാക്കൾക്കും UDFലേക്ക് മടങ്ങിപ്പോകുന്നതിനോട് താല്പര്യമുണ്ട് താനും. പക്ഷേ UDFലെത്തുന്നുള്ള വഴിയൊരുങ്ങുന്നത് എന്ന് പറയപ്പെടുന്നത് ഈ വിഭാഗത്തിലെ, ഈ ജോസ് കെ മാണി വിഭാഗത്തിലെ ചില നേതാക്കളുടെ
തിരികെ പോക്കിനുള്ള മനസാന്നിധ്യമാണ്. അപ്പോൾ അതുകൂടി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജോസ് കെ മാണി വിഭാഗം കൂടി ഈ ഇടത് ജനാധിപത്യ മുന്നണിയിൽ ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ, അതായത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ അത് വലിയ മാറ്റത്തിന് വേദിയാകും കേരള രാഷ്ട്രീയം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഇപ്പോൾ ഈ എയ്ഡഡ് സ്കൂളുകളിൽ ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ ശാശ്വത പരിഹാരം കാണുക എന്നുള്ളത് അവരുടെ ഒരു ലക്ഷ്യമാണ് ജോസ് കെ മാണി വിഭാഗത്തിൽ. മാത്രമല്ല കർഷകരുടെ ദുരിതം പരിഹരിക്കുക, വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പാർട്ടി വലിയ ഊന്നൽ നൽകിക്കൊണ്ട് ബഹുജന സംഗമ പരിപാടിയൊക്കെ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഇവരുടെ ശക്തി എത്രയാണ് എന്ന് വിളിച്ചോതുവാൻ വേണ്ടിയിട്ടാണ് കോട്ടയത്തെ അത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ പോകുന്നു. അപ്പോൾ ഇവിടെ പുതിയൊരു കാലഘട്ടത്തിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളുടെ കാലഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പരാജയം സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ ജോസ് കെ മാണി വിഭാഗം വളരെ കൃത്യമായും UDF പോകാനുള്ള സാധ്യത 100% എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മാണി ഗ്രൂപ്പിനെ ഇപ്പോൾ ക്ഷണിച്ചു കൊണ്ടുവരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് UDF എത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. മാത്രമല്ല LDF ഇവരെ നിലനിർത്തുക എന്നുള്ളത് ഇപ്പോൾ LDF ഒരു ആവശ്യം കൂടിയാണ്. കാരണം CPIയെ നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം. കാരണം എല്ലാ അർത്ഥത്തിലും CPI ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായി മറുപടി പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ ദിവസം തന്നെ പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ബുധനാഴ്ച മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രി കെ രാജൻ അവരുടെ അഭിപ്രായം വളരെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് PM ശ്രീയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അവരുടെ അഭിപ്രായം കൃത്യമായി പറയുകയും ചെയ്തു. ആ വിയോജിപ്പും രേഖപ്പെടുത്തിയിരുന്നു. മാത്രമല്ല അവർ പറയുന്നത്, അവരുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് പോലെയാണെങ്കിൽ ഈ RSSന്റെ അജണ്ട നടപ്പാക്കുന്ന തരത്തിലുള്ള ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങൾ, ഇവരുടെ വിയോജിപ്പുകളിലൊക്കെ ആശങ്കയുണ്ട് എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയോ ഇതിനൊന്നും വളരെ കൃത്യമായ ഒരു മറുപടി നൽകാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മറുപടി പറയാത്തതിനാൽ മന്ത്രിസഭയിൽ ഇതൊരു ചർച്ചയാകാതെ പോവുകയും ചെയ്തു. പക്ഷെ അപ്പോഴും മുഖ്യമന്ത്രി ഈ യോഗത്തിന് ശേഷം, മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയുമായിട്ട് കെ രാജൻ കൂടിക്കാഴ്ച നടത്തി അവരുടെ വിയോജിപ്പ് അപ്പോഴും രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ മന്ത്രിസഭയുടെ അജണ്ടയിൽ പോലും ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുന്ന ചർച്ച ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ PM ശ്രീ പദ്ധതിയെ ഇത്രത്തോളം CPI എതിർക്കുമ്പോഴും അതിനത്ര പ്രാധാന്യമൊന്നും CPM കൽപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ CPMന് അതൊന്നും വലിയ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് അല്ല എന്നാണ് പറയപ്പെടുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതിയോട്, അല്ലെങ്കിൽ ഈ PM ശ്രീ പദ്ധതിയോട് എന്തുകൊണ്ട് ഇവർക്ക് യോജിച്ചു പോകാൻ കഴിയുന്നില്ല എന്നുള്ളത് ഇവരുടെ നയമായിരുന്നു. ആരുടെ? ഈ ഇടതുമുന്നണിയുടെ നയമായിരുന്നു, LDFന്റെ നയമായിരുന്നു. പക്ഷേ ആ നയത്തിൽ നിന്ന് എപ്പോഴാണ് വ്യതിയാനം സംഭവിച്ചത് CPMന് എന്നുള്ള ചോദ്യം കൂടി ഇപ്പോൾ CPI ചോദിക്കുമ്പോൾ അതിനുത്തരം പറയുവാൻ കഴിയാതായി പോകുന്നതുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് പിണറായി വിജയൻ. പിന്നെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി എന്ന് പറഞ്ഞാൽ ഈ പിണറായി വിജയന്റെ പിണിയാളായതുകൊണ്ട് തന്നെ ഒരു വാക്ക് മിണ്ടണമെങ്കിൽ പിണറായി വിജയൻ അനുവദിക്കണം. അത് അനുവദിക്കാത്തതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ വായിൽ നിന്ന് ഒരു വാക്ക് പോലും വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇവിടെ CPI എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ നിലപാടുകളെയും ആശയങ്ങളെയും മറികടന്നുകൊണ്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള അവരുടെ ആശയങ്ങളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന തരത്തിലേക്ക് CPM പോകുന്നു എന്നുള്ള ആക്ഷേപം കൂടി ഇവിടെ CPI ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ CPIയുടെ ഇത്തരത്തിലുള്ള നിലപാടുകളോട് വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ് മൗനത്തിലൂടെ പിണറായി V ശിവൻകുട്ടിയൊക്കെ. അപ്പോൾ ഇവിടെ പിണറായിയുടെ ഈ മൗനമെന്ന് പറയപ്പെടുന്നത് ഇവരെ അക്ഷരാർത്ഥത്തിൽ ചൊടിപ്പിക്കുന്നുണ്ട്, CPI അക്ഷരാർത്ഥത്തിൽ ചൊടിപ്പിക്കും. കാരണം കൃത്യമായ ഒരു മറുപടി പറയുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് ഇത്തരത്തിൽ നിലപാടുകളിൽ നിന്ന് മാറി മറ്റൊരു സംവിധാനം ഒരുക്കാൻ ശ്രമിക്കുന്നത്? CPMന്റെ അനുനയത്തിന് വഴങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്തായാലും ഈ PM ശ്രീ പദ്ധതിക്കകത്ത് അവരുടെ വിയോജിപ്പുകൾ രേഖപ്പെടുത്തുമ്പോൾ അവർ പറയുന്നത് CPMന്റെ അനുനയത്തിന് വഴങ്ങേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. അതുകൊണ്ട് തന്നെ CPI ഇപ്പോൾ അവരുടെ തീരുമാനവുമായി അവരുടെ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റം CPIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നു. CPI വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകൾക്കും ഇപ്പോൾ CPMനും ആവശ്യം അതാണ്. CPI ഈ മുന്നണി വിട്ട് പോകുന്നുണ്ടെങ്കിൽ പോകട്ടെ എന്നുള്ള നിലപാടിലേക്ക് CPM എത്തുകയാണ്. കാരണം ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ UDF നിന്ന് മുസ്ലിം ലീഗ് അടക്കമുള്ള ചില കക്ഷികളെ അതിൽ നിന്ന് അടർത്തിയെടുക്കുവാനുള്ള ഒരു ശ്രമം ഇവർ നടത്താൻ പോകുന്നു. അങ്ങനെ അടർത്തിയെടുക്കുമ്പോൾ UDF നിന്ന് മുസ്ലിം ലീഗ് LDF എത്താനുള്ള സാധ്യത ഈ അവസരത്തിൽ കൂടുതലാണ്. കാരണം UDFന് 2026 ഭരണം ലഭിക്കില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഇപ്പോഴത്തെ യാത്ര. അങ്ങനെ ഭരണം ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷക്കാലം ഭരണത്തിലിരിക്കാൻ കഴിയാത്ത മുസ്ലിം ലീഗിന് ഇനി ഒരു 5 വർഷക്കാലം കൂടി ഭരണത്തിൽ ഇരിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഭരണത്തിലെത്തുന്നതിന് വേണ്ടിയിട്ട് CPMുമായിട്ട് ചേർന്ന്
ഒരു അലയൻസ് ഉണ്ടാക്കുക, ഒരു നീക്കുപോക്ക് ഉണ്ടാക്കുക, അതിനുശേഷം ഉപമുഖ്യമന്ത്രി പദമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു 6 മാസത്തെ മുഖ്യമന്ത്രി പദമോ ഒക്കെ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് നൽകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടേക്കാം. അങ്ങനെയാണെങ്കിലോ അല്ലെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ഉപമുഖ്യമന്ത്രി പദം നൽകി CPIക്ക് പകരം മുസ്ലിം ലീഗിനെ CPMന്റെ ഭാഗമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും CPI പോകുന്നെങ്കിൽ പൊക്കോട്ടെ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ലല്ലോ. അതായത് എന്തുകൊണ്ടാണ് CPM RSS അജണ്ട നടപ്പാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ CPM എന്തുകൊണ്ടാണ് പഴയ നിലപാടുകളിൽ നിന്നും പിന്നോട്ട് പോകുന്നത്, ആരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നിലപാട് മാറ്റം ഉണ്ടാകുന്നത്, ആശയമാറ്റം ഉണ്ടാകുന്നത് എന്നുള്ള CPIയുടെ ചോദ്യത്തിന് കൃത്യമായിട്ടും മറുപടി പറയാൻ കഴിയാതായി പോകുന്നിടത്താണ് CPM ഇപ്പോൾ പതറി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ CPMനെ പുറത്താക്കുക, അല്ലെങ്കിൽ CPM അറിഞ്ഞ് പുറത്തേക്ക് പോകട്ടെ എന്നുള്ള തരത്തിലുള്ള തീരുമാനങ്ങൾ അവരെടുക്കുന്നു. അതുകൊണ്ടാണ് ഈ മൗനം എന്ന് പറയപ്പെടുന്നത്. മൗനം, ഒന്നും മിണ്ടണ്ട. പിണറായി ആണെങ്കിലും ശിവൻകുട്ടി ആണെങ്കിലും വിദ്യാഭ്യാസ നയത്തിൻ്റെ കാര്യത്തിൽ വി ശിവൻകുട്ടി ഒന്നും മിണ്ടുന്നില്ല. പിണറായി ആണെങ്കിലും മന്ത്രിസഭയിൽ പോലും അതിന് ഒരു തരത്തിലുമുള്ള പ്രതികരണം നൽകുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ച് PMC പദ്ധതിയോട് യോജിച്ചു പോകാൻ കഴിയില്ല എന്ന് പറയപ്പെടുന്ന ആൾക്കാരെ എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഉൾപ്പെടുത്താതിരിക്കുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടാകുമല്ലോ. അങ്ങനെ ഉണ്ടാകുന്ന സ്ഥലത്താണ് ഇവർ CPIയെ മാറ്റി നിർത്തപ്പെടണമെന്നുള്ള തരത്തിലേക്ക് ചിന്തിച്ചു തുടങ്ങുന്നത്. അപ്പോൾ CPMന്റെ ആഗ്രഹം എന്ന് പറയപ്പെടുന്നത് മൂന്നാമതും പിണറായി സർക്കാർ രൂപീകരിക്കുക, അല്ലെങ്കിൽ LDF സർക്കാർ ഉണ്ടാക്കുക. ആ LDF സർക്കാരിൻ്റെ ഭാഗമാകാൻ CPI ആവശ്യമില്ല. മാത്രമല്ല, ഇനി ജോസ് കെ മാണി വിഭാഗം പോകുന്നുണ്ടെങ്കിൽ അവരെയും പുറത്തു പോകുന്നതിന് ചിലപ്പോൾ അവർ പ്രോത്സാഹിപ്പിച്ചേക്കും, പോകുന്നെങ്കിൽ പോട്ടെ എന്ന് തന്നെ വിചാരിക്കും. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ തള്ളില്ല. കാരണം CPI പോവുകയാണെങ്കിൽ മധ്യ കേരളത്തിൽ അവരുടെ ശക്തി ഈ കോട്ടയം പാല മേഖലയിലൊക്കെ മധ്യ കേരളത്തിലെ ഒരു ശക്തിയാണ് കേരള കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് അവരെ പിടിച്ചു നിർത്തുവാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ മുസ്ലിം ലീഗിന് മലബാർ മേഖലകളിലുള്ള മുസ്ലിം ലീഗിൻ്റെ ശക്തി ക്ഷയിച്ചു പോയിട്ടില്ല എങ്കിൽ കൂടിയും ആ ശക്തിയെ, കാരണം അവരെന്തായാലും ഒരു 10-26 സീറ്റുകളിൽ മത്സരിക്കും UDFിലാണെങ്കിൽ പോലും, അതിനകത്ത് 10, 20, 22 സീറ്റുകൾ അവർക്ക് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സീറ്റുകൾ മാത്രം മതി. ഇപ്പോഴത്തെ CPI മത്സരിക്കുന്ന അതേപോലെ തന്നെയായിരിക്കും ലീഗും മത്സരിക്കുന്നത്. അതേ സീറ്റുകൾ വെച്ചിട്ട് ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും. CPMന് LDFനോടൊപ്പം നിന്ന് മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ലീഗിനെ കൂട്ടുപിടിച്ചാൽ മതി എന്നുള്ള തരത്തിലേക്ക് ചിന്തകളിൽ എത്തുന്നു. അതാണ് CPIയെ വേണ്ട, CPI പുറത്തു പോക്കോട്ടെ എന്നുള്ളൊരു സമീപനത്തിലേക്ക് ചിലപ്പോൾ LDF എത്തിച്ചേരുന്നത്. ഇനി CPMന് തന്നെ ഇവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാത്തത് കൊണ്ട് ജനങ്ങൾ ഈ കാര്യങ്ങൾ നാളെ ചോദിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഇവരെ പുറത്താക്കുക, അല്ലെങ്കിൽ ഇവർ പുറത്തു പോക്കോട്ടെ എന്നുള്ളതിനാണ് ഇവർ മൗനമായിട്ട് ഒന്നിനും പ്രതികരണമില്ലാതിരിക്കുന്നത്. എന്തായാലും PMC പദ്ധതി നടപ്പിലാക്കാൻ പോകുമ്പോൾ PMC പദ്ധതി എന്ന് പറയപ്പെടുന്നത് നടപ്പിലാക്കാൻ ശ്രമിച്ച വിദ്യാഭ്യാസ മന്ത്രിയുടെ അറിവോടെയല്ല, പകരം അത് പിണറായി വിജയൻ്റെ മാത്രം ഒരു തീരുമാനമായിരുന്നു PMC എന്ന് പറയപ്പെടുന്ന പദ്ധതിയിൽ മുന്നോട്ട് പോകാൻ. മുൻപ് തമിഴ്നാടും ബംഗാളും കേരളവുമായിരുന്നു ഇതിനെ എതിർത്ത് നിന്നത്. എന്നാൽ ഇപ്പോൾ കേരളം കൂടി PMC പദ്ധതി ഒപ്പിടാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അതിനകത്ത് എന്തുകൊണ്ടാണ് PMC പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ഇത്രയും ആശങ്ക നിലനിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ മറുപടി പിണറായി വിജയൻ നൽകാത്തിടത്താണ് CPI പിന്മാറാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല, നിലപാടുകളിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകാൻ CPI തയ്യാറുമല്ല. അങ്ങനെ വരുമ്പോൾ ഈ മന്ത്രിസഭയിൽ അടക്കം ഉണ്ടാകുന്ന ഈ പൊട്ടിത്തെറി എന്ന് പറയപ്പെടുന്നത് നാളെ മുന്നണിക്കകത്തുണ്ടാകുന്നു. അതിനുശേഷം മുന്നണി വിടുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു. കാരണം മുന്നണി മര്യാദകളൊക്കെ പാലിക്കാതെയാണ് CPM മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ CPI ഈ ഭാഗത്ത് നിന്ന് LDFിൻ്റെ ഭാഗത്ത് നിന്ന് UDFിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ UDFിൽ നിന്ന് മുസ്ലിം ലീഗിനെ അടക്കം അടർത്തിയെടുത്ത് LDFിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. രാഷ്ട്രീയ കേരളം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ചില രാഷ്ട്രീയ പേക്കൂത്തുകൾക്ക് വേദിയാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.